ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൂടെ ഒരുപാട് പേര് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഏതെങ്കിലും പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിൽ കാര്യങ്ങൾ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന്. അപ്പം അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കിടിലം വഴിയായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ ഞാൻ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ തൊഴിൽ പരമായിട്ടുള്ളതും ഒന്ന് എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള വീഡിയോ ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യം, നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴിയായിരിക്കും ഞാൻ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ബാക്കി അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം, എങ്ങനെ തൊഴിൽ നമ്മുടെ കയ്യിലാക്കാം എന്നെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് കണ്ടതിന് ശേഷം നമ്മുടെ ടെലഗ്രാം ചാനലിലോട്ട് പോവുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടാകും, ബ്രോ എന്തെങ്കിലും നമുക്ക് തരത്തിൽ എന്തെങ്കിലും വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പാക്കിംഗ് തൊഴിൽ അവസരം അവൈലബിൾ ആയിട്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, തിരുവനന്തപുരം, ആലപ്പുഴ, ചങ്ങനാശ്ശേരി, അത് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്ന മൂന്നാർ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ കമ്പനി കൊണ്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം, അവർ പറയുന്നത് പോലെ നിങ്ങൾ പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. അവർ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയാണ്. സാധനങ്ങളല്ല നിങ്ങളുടെ വീട്ടിൽ അവർ കൊണ്ടെത്തിച്ചേരുന്നതായിരിക്കും. ക്വാളിറ്റി വിട്ട് അവർ വേറെ കളികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ക്വാളിറ്റി വിടാതെ നിങ്ങൾ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം പാക്ക് ചെയ്യാനായിട്ട്. ₹1 പോലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അവരായിരിക്കും നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. അവർക്ക് ജസ്റ്റ് നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓരോ പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അവർ തരുന്നത്. കോൺടാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ ടെലഗ്രാം ചാനലിലൂടെ പറയുന്നുണ്ട്. അതുവഴി നിങ്ങൾ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്. അതിനുശേഷം നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്ത് അവർ പറയുന്നതിലൂടെ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കും അവരുടെ ടീമിലോട്ട്. ആ ടീം വഴിയായിരിക്കും നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നതും നിങ്ങളുടെ പിക്കപ്പും ഡ്രോപ്പും എല്ലാം ചെയ്യുന്നത് അവരുടെ കമ്പനി തന്നെയായിരിക്കും. നിങ്ങൾ ജസ്റ്റ് വീട്ടിലിരുന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, നിങ്ങൾക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു സാധനം കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് ഞാനിപ്പോൾ പറയാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഒരുപാട് പേര് പുതിയ ബുക്ക്, പുതിയ ബാഗ്, അതുപോലെ തന്നെ പെൻസിൽ, പേനയൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ച് പേർക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ മെയിനായിട്ട് വന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ കുറച്ച് പേര് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നിങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പറയുമ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് അവരോടൊന്ന് അവതരിപ്പിക്കാനായിട്ട്. അവരുടെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏകദേശം 47 കുട്ടികൾ ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ 47 കുട്ടികളും വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്. അതുകൂടാതെ തന്നെ അവർക്ക് ഈ പുസ്തകങ്ങളോ ബാഗുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ, അപ്പോൾ അവർക്കും ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ആഗ്രഹം കാണും, നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹം കാണും. അപ്പോൾ ഈ 47 കുട്ടികൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങളൊന്ന് സഹായിക്കുക. അവരെന്നെ സമീപിച്ചപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നത് പറഞ്ഞാൽ അവർക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സഹായിക്കുന്നതിലൂടെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെയും ടെലഗ്രാം ചാനലിലൂടെ അടുത്ത ഇതിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ആ കുട്ടികൾക്ക് സഹായം കൊടുക്കുക, മാക്സിമം കൊടുക്കാൻ നോക്കുക. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളൊരു കൈ താങ്ങ് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല സന്തോഷത്തോടെ നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ പിള്ളേർ പോകുന്നത് പോലെ തന്നെ അവരുടെ പിള്ളേരും സ്കൂളിൽ പോകുന്നതായിരിക്കും. പുതിയ ബാഗ്, പുതിയ ബുക്ക്, പേന, കുടയൊക്കെ ആയിട്ട് അവരും പോകുന്നതായിരിക്കും. അവർക്കൊന്നും പറ്റാത്തത് കൊണ്ടാണ് അവർ എന്നെ സമീപിച്ചത്. അവർ കുറച്ച് കുട്ടികളെ കളക്ട് ചെയ്തു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ബ്രോ നിങ്ങളൊന്ന് വീഡിയോയിൽ പറയുകയാണെങ്കിൽ ആ ഒരു സഹായം വെച്ച് പോകുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ അവരോട് മെയിനായിട്ട് പറഞ്ഞ കാര്യം, ബ്രോ ഞാൻ പറയാം, പക്ഷേ എൻ്റെ ഇതിൽ ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങളൊന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം, ഞാൻ മുകളിൽ കാണിക്കുന്ന ഇത് വാട്സപ്പ് നമ്പറാണ്. ഈ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്കൂൾ എന്ന് പറഞ്ഞ് നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ എന്താണോ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന പോലെ, ഇപ്പോൾ ഒരു ബുക്കിൻ്റെ വാല്യൂ, 2 ബുക്കിൻ്റെ വാല്യൂ, ബാഗോ കുടയോ അതിൻ്റെ വാല്യൂ എന്താണെന്നനുസരിച്ച് നിങ്ങൾ അയച്ചു കൊടുക്കുക. എത്ര ഫോർ എക്സാമ്പിൾ 2 ബുക്കിൻ്റെ വാല്യൂ ആയിരിക്കും, ഒരു 5 ബുക്കിൻ്റെ വാല്യൂ ആയിരിക്കും, ബാഗും കുടയുടെ വാല്യൂ ആയിരിക്കും. നിങ്ങളെ കൊണ്ട് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് അത് ജസ്റ്റ് ഒന്ന് അതിലോട്ടൊന്ന്
ഇട്ട് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്കൂളിൽ നിന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അതിലോട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എൻ്റെ എമൗണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ഇട്ട് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യങ്ങളും തടസ്സപ്പെടാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റും സഹായിച്ചു കൊടുക്കുക. ആ സഹായിച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ മക്കൾ പോകുന്ന പോലെ അവരുടെ മക്കളും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നതായിരിക്കും. എന്നെക്കൊണ്ട് ഇത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ സഹായിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നല്ലൊരു വർഷമാണ് അവരുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അവർ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകാനും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു മനസ്സിലൊരു സുഖമായിരിക്കും. നമ്മൾ സഹായിച്ചത് കൊണ്ട് അവർ ഇങ്ങനെ സ്കൂളിൽ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റി എന്നൊരു നമുക്ക് മനസ്സിൽ കാണും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരിൻ്റെ പറഞ്ഞിട്ടുണ്ട് ബ്രോ നിങ്ങളിങ്ങനെ നമ്മളെ സഹായിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ കൂട്ടുകളെയും സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ്. കാണുന്ന നിങ്ങൾക്കും തരുന്ന നിങ്ങൾക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കുട്ടികളോ കാര്യങ്ങളോ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടാവുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ നമ്മുടെ കൂട്ടുകാരും കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിലൂടെ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ടെലഗ്രാം ചാനൽ കയറാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.